ഉപേന്ദ്രനാരായണൻ പറഞ്ഞത് കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ചീറ്റ് ചെയ്യുന്നുവെന്നാണ്. എന്താണ് മറുപടി? നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ കാസർഗോഡ് മുതൽ കളിയിക്കവളവരല്ല, കളിയിക്കവളയ്ക്ക് അപ്പുറവും തലമടി കാസർഗോഡിന് അപ്പുറവും ഉണ്ട്. അവിടെയെല്ലാം നാഷണൽ ഹൈവേ വികസനം നടക്കുന്നുണ്ട്. അവിടെ ഈ ഒരു സ്റ്റാൻഡേർഡിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു യൂണിഫോം സ്റ്റാൻഡേർഡാണ്. അപ്പൊ കേരളത്തിൽ വരുമ്പോൾ നടന്നില്ല എങ്കിൽ കേരളത്തിൽ അത് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് നയങ്ങളല്ലല്ലോ. മറ്റ് എത്രയോ മഹാരാഷ്ട്രയില്, മധ്യപ്രദേശില് എല്ലാം സുന്ദരമായിട്ടുള്ള റോഡുകളല്ലേ നടന്നത്. ഇതിന്റെ ഹൈസ്പീഡ് ഹൈവേ ഒക്കെ വന്നിട്ടുണ്ട്. നോക്കണം, അതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ്. അപ്പൊ അവിടെ ഈ കളിച്ചോളയ്ക്ക് ഇപ്പുറവും കാസർഗോഡിന്റെ ഇപ്പുറവും മാത്രമേ ഈ പ്രശ്നമുണ്ടെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയില്ല. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തില് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഹൈവേക്ക് പ്രവർത്തനം നടത്തുന്നത്, ലാൻഡ് അക്വിസിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഓരോ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത്. പിന്നെ റോഡ് ആക്സിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്കറിയാം, അതൊരു ട്രാഫിക് അവയർനെസ് ഉണ്ടാക്കിയെടുത്താലേ പറ്റും. അത് നമുക്കറിയാം. 6 വരി പാതയിൽ 3 വരി ഉള്ള സ്ഥലത്തിൽ ഏറ്റവും ഹൈസ്പീഡ് ലൈനിൽ കൂടി ട്രാക്കിൽ കൂടെ പോകുന്നതായിരിക്കും നമ്മുടെ ബൈക്ക് ഓട്ടോറിക്ഷ. ഏറ്റവും അതുപോലെ തന്നെ വലിയ കണ്ടെയ്നറുകളെല്ലാം പോകുന്നത് ഈ ഹൈസ്പീഡ് ട്രാക്കിലായിരിക്കും. സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ പോകുന്നത് 1ാമത്തെ ട്രാക്കിലായിരിക്കും. ഏറ്റവും സ്പീഡ് കുറച്ച് പോകണം. അപ്പൊ അതിന്റെയൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെയും നമ്മുടെ ജനങ്ങളുടെയും എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമാണ്. അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. പിന്നെ കേരളത്തിലെ ഹൈവേയിൽ നിന്ന് ടോൾ പിരിവിന് വരുമ്പോൾ ഒരു 60% പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് ടോൾ പിരിക്കാതെ അതിനാണ് ജനപ്രതിനിധികളിലൂടെ ഉള്ളത്.